പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള എല്ലാ ദൈവമക്കൾക്കുള്ള സ്പിരിച്വൽ ഒരു വലിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം, ഏത് രീതിയിൽ ചെയ്യണം, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്താണെന്ന് കൂടി ബ്രദർ കൃത്യമായിട്ട് പറയുന്നു. അത് റിയാലിറ്റിയാണ്, വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് ബ്രദർ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം പ്രാർത്ഥന മാത്രം നിങ്ങൾക്ക് പറഞ്ഞിട്ട് തരില്ല, അത് എന്താണ് എങ്ങനെയാണ് എന്ന് കൂടി പറയുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇത് ഒരുപാട് മക്കൾ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ 8 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും വിച്ഛേദിച്ച് അതിശക്തമായിട്ട് ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ അവസരമൊരുക്കിയ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ട് ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. മേ ബി 2018 മേ ബി എന്നല്ല 2018 ഇമ്മാനുവൽ ബ്രദർ, എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, ഞാൻ കോട്ടയത്തു നിന്നാണ് ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ ജീവിതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ പ്രാർത്ഥന എന്താണ്, പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ധ്യാനം കൂടിയ സമയത്താണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാനൊരു മാനസാന്തരം വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഓരോ എപ്പിസോഡിലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ്. ആ പ്രാർത്ഥനയും അതിൽ നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹവും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രീതികളൊക്കെ ഞാൻ പറയുന്നു. അത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പറ്റുമെങ്കിൽ ഈ സന്ദേശം, ഈ മെസ്സേജ് കേൾക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കും വരാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാൻ. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, ഞാൻ കോട്ടയത്ത് നിന്നാണ്. അപ്പോൾ ഒരു 8 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഓരോ കാര്യങ്ങൾ. ദൈവം ഒരു കൃപ തന്നു, ആ കൃപ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകണം എന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി. അതുപോലെ തന്നെ ദൈവം തന്നിരിക്കുന്ന കൃപ ഉപയോഗിക്കുക എന്നത് എൻ്റെ ദൗത്യമാകുന്നു. അത് തമ്പുരാന് വേണ്ടിയിട്ട് അർപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ വിടുതൽ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ബ്രദർ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. സഭയുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. മേ ബി മറ്റു ജാതിയിൽപ്പെട്ടവർ, മേ ബി ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ് അവർക്കും ഈ പ്രാർത്ഥന ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ബ്രദർ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അപ്പോൾ അറിയുന്ന മക്കൾക്ക് പറഞ്ഞു തരേണ്ടത് എൻ്റെ ദൗത്യമാണ്. പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, എന്താണ് ഈ പ്രാർത്ഥന നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം, നിങ്ങൾക്ക് കിട്ടുന്ന മാറ്റം, നിങ്ങളുടെ ഭവനത്തിൽ കിട്ടുന്ന വിടുതൽ എന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്, ചുമ്മാ നേരം പോക്കിന് ഷൂട്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്താ ക്രെഡിറ്റോ ക്രെഡിബിലിറ്റിക്കോ അല്ലെങ്കിൽ എന്താ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എന്താ കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്പാദ്യം, പണം, അതിന് വേണ്ടിയിട്ടല്ല ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത്. ഹൃദയം തൊട്ട് ഞാൻ പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടത് ദൈവം തമ്പുരാൻ തരും. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് എന്താണ് അർഹതയുള്ളത് അത് തമ്പുരാൻ കർത്താവ് കൃത്യമായിട്ട് തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ തുടങ്ങുന്നത്. ദൈവാനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ബ്രദർ ഈ ചാനൽ ഓപ്പൺ ചെയ്തതും ശുശ്രൂഷ ചെയ്തത്. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, അതും ജെന്യുവിനുള്ള കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാനലിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം തമ്പുരാന് യോജിച്ച് അവിടുത്തെ കൃപയിൽ, അവിടുത്തെ കരുണയിൽ, അവിടുത്തെ റിയാലിറ്റിയാണ് ബ്രദർ പറയാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് റിയാലിറ്റി, അനുഭവത്തെക്കുറിച്ചും അനുഭവ സാക്ഷ്യത്തെക്കുറിച്ചും അതുപോലെ വചന സാക്ഷ്യത്തെക്കുറിച്ചും അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന പൊന്നുതുമ്പരാൻ്റെ സിസ്റ്റത്തെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം. മീൻസ് പല ആളുകൾക്കും മേ ബി ഈ ലോകത്തിപ്പോൾ വിശ്വാസം അറ്റുപോയൊരു
സിസ്റ്റത്തിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു വിടുതൽ വേണമെന്ന് തീർച്ചയായിട്ടും ബ്രദർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുക, ബ്രദറിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളൊരു സഹോദരനായിട്ട് ബ്രദറിനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവം അനുഗ്രഹമായിട്ട് വർഷിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ പറയുന്നത് വിശ്വാസ പ്രമാണം. അപ്പോൾ പറയാം ബ്രദർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ശരിയാ, തീർച്ചയായിട്ടും എല്ലാവർക്കും വിശ്വാസ പ്രമാണം അറിയാം, എനിക്കറിയാം. പക്ഷേ അതിൽ കിട്ടുന്ന മാറ്റങ്ങൾ, അതിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ദൈവിക രഹസ്യങ്ങൾ, ഇതാണ് ബ്രദർ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ വിശ്വാസ പ്രമാണം ഏകദേശം ആളുകൾക്ക് അറിയാം, പക്ഷെ അറിയാത്ത ആളുകളും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ജീവിക്കുന്ന എനിക്കറിയുന്ന ഒരു വ്യക്തി, എല്ലാവരും എനിക്കറിയാം, ഒരു വ്യക്തിയോട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ആ വ്യക്തിക്ക് വിശ്വാസ പ്രമാണം അറിയത്തില്ല. അപ്പോൾ എന്താണ് അതിനർത്ഥം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ ആ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അനുഭവ സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണം ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സഹോദരിയോട്, സഹോദരി നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, പുള്ളിയെ പഠിപ്പിക്കാൻ പറഞ്ഞു. മേ ബി പിന്നീട് പഠിച്ചു എന്ന് അറിയത്തില്ല, നമ്മുടെ മാറ്ററല്ല. ഞാൻ പറയുന്ന വിശ്വാസ പ്രമാണം അറിയാമെന്ന് ചിലവർ പറയും, പക്ഷെ അവർക്ക് ശരിക്കും കാണാതെ വിശ്വാസ പ്രമാണം ചെല്ലണം നിങ്ങൾ. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ പ്രമാണം നമുക്കൊന്ന് ആദ്യം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. അത് എത്ര തവണ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് വിടുതൽ എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. ആദ്യം നമുക്ക് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുക. നമുക്ക് മീൻസ് എൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കുള്ള കൃപ തമ്പുരാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണുള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, മക്കൾ നിങ്ങളിൽ ഇത് കേൾക്കുന്ന ഒരുപാട് മക്കൾക്ക് ദൈവാനുഗ്രഹമുണ്ട്, ദൈവകൃപയുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രഘോഷിക്കാൻ ദൈവം അവസരം തരുമ്പോൾ ഉപയോഗിക്കണം. നിങ്ങളപ്പോൾ അത് മാറി നിൽക്കരുത്. കാരണം പിന്നീട് സമയം കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയം തമ്പുരാന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ക്രെഡിറ്റോ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടാവരുത്, അത് ദൈവം തരും. അപ്പോൾ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത് ദൈവാനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നമുക്ക് നമ്മുടെ ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ദൈവനായ പൊന്നു തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കൾക്കും ഈ ചാനൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന പ്രാർത്ഥന വിശ്വാസ പ്രമാണം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഹൃദയം തുറന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനകൾ നിങ്ങൾ അധരം കൊണ്ട് നിങ്ങളും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെങ്കിലും ശാന്തമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കും ഈ കൂട്ടായ്മയോട് കൂടിയിട്ട് ബ്രദറിൻ്റെ കൂടെ നിന്ന്, ടീമിനോട് കൂടെ നിന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അനുഗ്രഹത്തിലേക്കുള്ള ഒരു വാതിലാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ വിശ്വാസ പ്രമാണം അതാണ് നമ്മുടെ സഭയിലെ, ക്രിസ്തീയ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അംഗീകരിച്ച, ഏറ്റവും മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ത്രിയേക ദൈവം, യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട മീനിങ്, അർത്ഥം, പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭവന മേഖലകളിൽ കിടക്കുന്ന അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ, ഈ നമ്മുടെ കെട്ടുകൾ, ബന്ധനങ്ങൾ, പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ എല്ലാവർക്കും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. ഞാനും ചില കാര്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വസിക്കാത്ത വ്യക്തിയായിരുന്നു. കാരണം അനുഭവമില്ല, ഇതെന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാം തമ്പുരാൻ എനിക്ക് അറിയിച്ചു. കണ്ടും കേട്ടും ഞാൻ പഠിച്ചു. റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും എല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. കാരണം പല രീതിയിൽ മനുഷ്യർ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം ഈശോ തന്നെ പണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ പ്രധാനമായിട്ടും ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. നമ്മൾ ദൈവപുത്രനെയും പരിശുദ്ധ അമ്മമാതാവിനെയും പരിശുദ്ധാത്മാവിനെയും അതുപോലെ സഭയെയും സിസ്റ്റത്തെയും എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ ആ ദൈവത്തിൻ്റെ പിറവി മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ, ഉയർപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായും ഹൃദയം തൊട്ട് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ സ്വർഗീയ പിതാവിനോട് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. നമ്മുടെ എല്ലാ കുർബാനയിലും പ്രാർത്ഥനയിലൊക്കെ വിശ്വാസ പ്രമാണം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളിലും എന്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിലൊക്കെ വിശ്വാസ പ്രമാണത്തിന് സ്ഥാനം നമ്മുടെ സഭ കൊടുക്കുന്നുണ്ട്. അതിന് കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവിധ പൈശാചിക കെട്ടുകളെയും ബന്ധനങ്ങളെയും നിങ്ങളുടെ ഭവനത്തിലോ ഭവനാന്തരീക്ഷത്തിലോ ഇരിക്കുന്ന എല്ലാവിധ അശുദ്ധാത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുവാനുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അത് നിങ്ങൾക്ക് ബ്രദർ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് സാധാരണ ഒരു വ്യക്തിയാണല്ലോ പറയുന്നത്, ആ രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ഇതിന്റെ പിന്നിൽ സഭയുടെ പിതാക്കന്മാർ പോലും, നമുക്ക് ധ്യാന ഗുരുക്കന്മാർ പോലും തരുന്ന സന്ദേശമുണ്ട്. ഞാൻ ഒരുപാട് ധ്യാനം കൂടി പ്രാർത്ഥന പഠിച്ചിട്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ധ്യാന ഗുരു നേരിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഒന്നും ആരുമായിട്ടില്ല, ദൈവം തമ്പുരാനുമായിട്ടാണ്. നമുക്ക് എപ്പോഴും നേരിട്ട്, നിങ്ങൾക്കും എനിക്കും എപ്പോഴും നേരിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ വ്യക്തിയാണ് നമ്മുടെ തമ്പുരാൻ കർത്താവ്. പിന്നീട് സഭാപിതാക്കന്മാര് വലിയ വലിയ ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവർക്കെല്ലാം നമ്മൾ ബഹുമാനവും പ്രയോരിറ്റിയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് തമ്പുരാന്റെ വിളിയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. തമ്പുരാന്റെ കൃപയിലൂടെയാണ് ഞാനിപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. എനിക്കും വലിയ സന്തോഷമാണ്. കാരണം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമുക്ക് വിടുതൽ പ്രാർത്ഥനയാണ്, ബന്ധന പ്രാർത്ഥനയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് മുതൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പ്രാർത്ഥിക്കേണ്ട രീതി സിമ്പിളാണ്. നിങ്ങൾ വിശ്വാസ പ്രമാണം നിങ്ങളുടെ ഭവനത്തിലോ ഭവനാന്തരീക്ഷത്തിലോ ജോലി സ്ഥലത്തോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു 33 തവണ എല്ലാ ദിവസവും ഒന്ന് ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. ഭവനത്തിലാണെങ്കിൽ നിങ്ങൾ 4 പേരോ 5 പേരോ, ആരാ ഭവനത്തിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത്രയും പേര് ഒന്നിച്ചു ചേർന്നിരുന്ന് വിശ്വാസ പ്രമാണം ഒരു 33 തവണ ഹൃദയത്തിൽ നിന്ന് വരണം നമ്മുടെ പ്രാർത്ഥന. വിശ്വസിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നോക്കുക. തീർച്ചയായിട്ടും ആ നിയോഗത്തിന് വലിയൊരു വിടുതൽ, വലിയൊരു മാറ്റം 100% നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പറയാറുണ്ട്, വിശ്വാസമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല. അതാണ് വിശ്വാസ പ്രമാണം. അപ്പം നമ്മൾ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ഹൃദയം തൊട്ട് വിശ്വസിക്കുക. പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. തീർച്ചയായിട്ടും അത് 100% ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക്
വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. 33 തവണ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിലെ മക്കളോടൊക്കെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ പറ്റുമെങ്കിൽ ഒരു 33 വിശ്വാസ പ്രമാണം നിങ്ങൾക്ക് ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ബ്രദറിന്റെ സ്പിരിച്വൽ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ അതിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന 1ാമത്തെ പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. ഇനി അടുത്ത പ്രാർത്ഥന അടുത്ത എപ്പിസോഡിൽ തരുന്നതായിരിക്കും. എല്ലാം കൂടി ഒരുപാട് ലോങ് ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറിംഗ് ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ബ്രദറിന്റെ ശുശ്രൂഷ ഒരു തവണ കണ്ടിട്ട് പിന്നെ കാണത്തില്ല. പക്ഷെ നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക എന്നതാണ് ബ്രദറിന്റെ ലക്ഷ്യം. കാരണം നിങ്ങൾ കണ്ട് കേട്ട് ദൈവത്തിന്റെ കൃപയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും ബ്രദർ ഉറപ്പ് പറയുന്നു, നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തോട് കൂടിയിട്ട് ആ പ്രാർത്ഥന ഏറ്റുചൊല്ലി നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ ഭക്തം. ദൈവമായ കർത്താവേ, ഈ സന്ദേശം, ഈ പ്രാർത്ഥന കാര്യങ്ങൾ കേട്ട് അതുപോലെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ദൈവമക്കളെ പൂർണ്ണമായിട്ടും അവരുടെ കുടുംബത്തെയും കുടുംബാന്തരീക്ഷത്തെയും മക്കളെയും അവരുടെ തലമുറകളെയും അവരുടെ സാമ്പത്തിക മേഖലയും ജോലി മേഖലയൊക്കെ ദൈവം അങ്ങയുടെ കരുണക്കടലിലേക്ക് നോക്കി അവരെ വിശുദ്ധീകരിക്കണമേ. ദൈവം ഞങ്ങളുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചെയ്ത് ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ എല്ലാ മേഖലകളിലെയും അങ്ങയുടെ തിരുജലം കൊണ്ട് അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ഒരു ദൈവകൃപയുള്ള ദൈവകരുണയുള്ള മക്കളായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ അങ്ങ് അവസരം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവേ യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു.